എടാ നമ്മളെ നമ്മള് തണുപ്പൊക്കെ അല്ലേ, നമുക്കിന്ന് കടപ്പുറത്ത് പോയി കുളിച്ചാലോ? അപ്പൊ നമുക്ക് ദമാമക്ക് പോവല്ലേ? ഞങ്ങളിങ്ങനെ ദമാമക്ക് പോയിക്കൊണ്ടിരിക്കാണ്. നമുക്ക് ഉണ്ടായൊരു പരിപാടിയാണ്. ദമാമക്ക് പോവാ, കടപ്പുറത്ത് പോവാ, വെള്ളത്തിലൊന്ന് ചാടുക. ഇനി ഞങ്ങൾ ആർമാദിക്കുന്ന നമ്മളെ യൂട്യൂബ് കണ്ടല്ലേ അതേമാതിരി തന്നെ വണ്ടി നിറങ്ങണ വീഡിയോ. ബഹ്റൈൻ പാലമാണ് കണ്ടോ മക്കളെ, ബഹ്റൈൻ പാലം. ബഹ്റൈൻ്റെ പാലത്തിൽ കൊണ്ട് ഇങ്ങനെ പോകട്ടോ. രണ്ട് സൈഡും കടലാണ്. കടൽ കടൽ കടൽ. ബഹ്റൈൻ ബ്രിഡ്ജ് ഇങ്ങനെ കയറാട്ടപ്പം ബഹ്റൈൻ ബ്രിഡ്ജാണ് കയറുന്നത്. കടലിൻ്റെ നടുക്കൂടുള്ള പാലം കണ്ടോലും ഇതിന് പൊങ്കാലിടാൻ വരണ്ട, കാണാത്തവർക്കുള്ളതാണ്.
ഏകദേശം പകുതി അടുത്ത ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താനായി. അതിനപ്പുറത്ത് ബഹ്റൈനാണ്. ബഹ്റൈൻ കണ്ടോളി മക്കളെ, കണ്ടോളി തസ്തിണ്ടല്ലേ, കണ്ടോളി മക്കളെ, കണ്ടോളി. ബഹ്റൈനിക്ക് പോകാനുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. കിങ്ഡം ഓഫ് ബഹ്റൈൻ. ഇതാ കോഫീൻ്റെ പരസ്യം കണ്ടോ? നമ്മളെല്ലാവരും കണ്ടോളിട്ടോ കോഫീൻ്റെ പരസ്യം. ഇതാണ് എന്താ പറയുക, ബഹ്റൈനിക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കുള്ള തുടക്കം. ഇതൊരു ഏരിയയാണ്. അവിടെ കണ്ട സിഗ്നൽ കാണുന്നുണ്ടോ? നേരെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സിഗ്നലുകൾ കാണും. ഈ കാണുന്ന സിഗ്നലുകളാണ് എന്ത്, നമ്മുടെ ബഹ്റൈനിക്കുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പുറം പോകണം, എന്നിട്ട് ബഹ്റൈൻ ചെക്ക് പോസ്റ്റ് കാണും. ഓക്കെ, കാണിച്ചു തരാം. കാണുന്നതൊക്കെ ഇതാണ് കടലിൻ്റെ സെൻട്രൽ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇതേമായി തന്നെ ഒരു ഏരിയ ബഹ്റൈനിക്ക് പോണീൻ്റെ സൗദി ബോർഡറിൻ്റെ സെൻറ്ററിലുള്ള ബഹ്റൈനിക്ക് പോണീൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇതാണ് കടൽ. നീല കളർ വെള്ളം ഉണ്ടോ? ബഹ്റൈനിൻ്റെ പാലാണ് കേട്ടോ. ഇതൊക്കെ മീനാട്ടോ. ഒക്കെ മീനാട്ടോ.
അത് കടൽക്കാക്കി കടൽക്കാക്കി ഈ സാധനം അടയ്ക്ക ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറേ നേരം വൈകി. ഇത് ബീച്ച് ഏരിയ ആണ്. അമ്പത്തൂർ സിംഗം അത് കണ്ട നമ്മളെ മുത്തോണിയാണിത്. അമ്പത്തൂർ സിംഗം. അപ്പൊ എന്താ വെച്ചാല് ബീച്ചാണ്. ഹലോ ഗൈസ്, എന്തൊക്കെ വർത്താനോ? ബനു നമ്മളെ ദമാം ബീച്ചിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ പ്രത്യേകതരം വൈബ്. തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അറിയാവുന്ന സംബന്ധിച്ചിടത്തോളം തണുപ്പില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ വേണ്ട പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ടാ. ഭയങ്കര അടിപൊളി പാർക്ക് സെറ്റപ്പ്, പാർക്കുകൾ സെറ്റപ്പ് ഉണ്ടാ. ഞാൻ അവിടെ ബീച്ചിൽ ഇറങ്ങുന്ന സമയത്ത് കാണിച്ചു കേട്ടോ. നമ്മൾ ഈ മൊത്തം കാണിക്കാത്ത എന്താ പറയുക, ഒരുപാട് ഭയങ്കര തിരക്കാണ്, നല്ല ആളുകളുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടോളന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇറങ്ങാൻ പോവാണ്. കുളിക്കാൻ ഇറങ്ങാൻ പോകട്ടോ. ആ ഞാനേ ഇവിടെ ഇറങ്ങാൻ പോവാണേ. ആ ഇറങ്ങാൻ പോവാ. നല്ല അടിപൊളിയാണ്. തണുപ്പത്തി ബീച്ചിൽ ഇറങ്ങാം. തീരാന്തന്മാരാണെന്ന് പറയോ? അല്ല, ഓർമ്മയുണ്ട്. ഇവിടെ കല്ലുള്ള ഏരിയയാണ്. ഇറങ്ങണില്ലേ? കാറ്റുണ്ടല്ലോ. ആ എന്താണ് എന്റെ കുമ്പൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്. മക്കളെ ഇതാണ് മനോജ്. എന്താ വർക്ക്? എന്തോ വർക്കുണ്ടല്ലോ. അത് മുങ്ങാൻ പോയില്ലേ മനോജ്? ആ മുങ്ങാൻ. മേലെ നോക്കുമ്പോ വേറെ റൈറ്റാണ്, സൈഡിൽ നോക്കുമ്പോ വേറെ റൈറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ രണ്ടെടുക്ക്.
അത് കാട്ടിപ്പോയി സൂപ്പറാ. എടുത്താ പോടണ്ട കൈ പോണണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കടൽ കേട്ടോ. കടലിറങ്ങാൻ പോണേ കാണൂല ഊരാക്കൂലി ഇട്ടാണ് പാതിരക്കുറ്റന്മാരാണ് നിങ്ങള്. പാതിരക്കുറ്റന്മാര് 100-150-200 മീറ്റർ ദൂരക്ക് ശരി അവര് ഇരുന്നാണേല് ഞാൻ വല്ലതും ഇങ്ങോട്ട് മറ്റേ ഇതില്ലേ കാസർഗോഡാണ് രാജസ്ഥാനുള്ള ഇജ് സാവിന് സമ്മാനിക്കണ്ട. വെള്ളല്ലോടാ നിനക്ക് നീന്താനുള്ള വെള്ളം വേണമെന്നൊക്കെ. ഇതാണോ നീ പറഞ്ഞത് കുളം കുത്തിയിട്ട് മരുന്ന് വയ്ക്കാറുള്ള സംഭവം? അസീസ് ഇതാണ് ഈ പറഞ്ഞ കുളം കുത്തിയിട്ട് ആ ഞങ്ങളുടെ ബനുവിന്റെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ക്രിയാത്മകവും ഒരു പിരമിഡം അത് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ വേദിയിലേക്ക് കടന്നു വരുന്നു. ഈ പിരമിഡ് നമ്മളെ പിന്നെ ഈജിപ്ത് പോയ കാണാൻ പറ്റുമോ? ഇല്ല. ഇത് വേണമെങ്കിൽ ആഫ്മൂൺ ബീച്ച് വരണല്ലേ? ആ ഇങ്ങനെ ഉണ്ടാക്കി പനിയോ സീക്രട്ട് പറയലേ സീക്രട്ട് പറയല്ലേ. തണുക്കുണ്ടോ പറയാ? ഇപ്പോഴും ഡീജാണ്. ടീഷർട്ട് മേലെ കണ്ടോ ഡീജെ. നടക്കുണ്ടോ? ആണ് നനച്ചടി ഒന്ന് വേണമെങ്കിൽ നനച്ചോ. ഡ്രസ്സ് കൊടുത്തോ. ഡ്രസ്സ് കൂടി കൊടുത്തിട്ടേ